പ്രിൻസിന്റെ ഒക്കെ കാണണം. കഴിഞ്ഞ പ്രാവശ്യം വന്നെടുത്ത് ഈ ക്യാമറയുടെ പിന്നിൽ നിന്ന് കാണിക്കുന്ന കോക്കറികളൊക്കെ മഹാവികൃതികളാ. പ്രിൻസിന്റെ ഒക്കെ പ്രിൻസിന്റെ ഇവന്റെ എല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഒത്തിരി കോക്കറികൾ കാണിക്കില്ല. കോക്കറി കാണിക്കാണ്ട് ഇതാണല്ലേ കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോഴല്ലേ ഇവന്മാരിത് മനസ്സിലാകുന്നത്. എല്ലാം കാണുന്നത് പൊട്ട് ഒരിക്കലേ കുറുക്കൻ അവിടെ താമസിക്കുന്നത് പത്തിനായതുകൊണ്ട് മക്കളെയും കൊണ്ട് മറ്റൊരിടത്ത് മാറി താമസിക്കാൻ പോകും. പറഞ്ഞു ഈ ഒരു പിള്ളേരെയും കൊണ്ട് പോകുന്നത് ഈ കുറുക്കൻ പിന്നെ കുരങ്ങ് കാണും. ചെന്ന് വയ്യാറായപ്പോൾ സിംഹത്തിൻ്റെ ആ ആളയിലാണ് ചെന്ന് കയറി. അവിടെ പിള്ളേരുമായിട്ടൊക്കെ അങ്ങനെ കടന്ന കൂട്ടത്തിൽ സിംഹം വരുന്നു. അപ്പം ഈ കഥ കഴിഞ്ഞതാ എന്നോർത്തു. എന്നെ പറഞ്ഞു സിംഹം വരുന്ന എന്തോ പാടി ചെയ്യേണ്ടേ, ഞാൻ ഒരു മാർഗമുണ്ട്. അടുത്ത് വരുമ്പോൾ നീ ആ പിള്ളേരെ ഒന്ന് കരയിപ്പിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് വന്നപ്പോൾ ആ പിള്ളേർക്ക് ഒന്ന് നിലവിളിപ്പിച്ചു. 2-3 എണ്ണം കിടന്ന് നിലവിളിച്ചു. എന്താ പിള്ളേർ കരയുന്നത്? വിശന്നിട്ടാ വിശന്നിട്ടാന്ന് പറയും. വിശന്നിട്ടോ? മുമ്പല്ല ഞാനൊരു സിംഹത്തെ കൊണ്ടു തന്നത്. ഇത്ര വേഗം തീർന്നോ? അയ്യോ, ഇത് കേട്ടപ്പോൾ ഓർത്തു, എന്താ ഞാൻ മൃഗത്തിൻ്റെ രാജാവാ, ഞങ്ങളെ പിടിക്കാൻ ഇവിടെ വന്നത് ആരാ? ഇതൊരു പുതിയ ജീവിയാണെന്ന് ഓർത്തു. കിളന്ന് ചാടി അങ്ങ് ഓടിപ്പോയ കൂട്ടത്തിലെ ഈ രാവിലെ കണ്ട കുരങ്ങനുണ്ടല്ലോ, അവൻ ഇറങ്ങി വന്നു. തൊഴുതേച്ച് പറഞ്ഞു, എന്നാ ഓടുന്നു? എടാ, അത് ഞങ്ങളുടെ ജാതിയെല്ലാം മുടിക്കാനായിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ട്, എൻ്റെ വീടിനകത്ത് കയറി വയ്ക്കുകയെന്ന് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ആ വെറും കുറുക്കനാ, ഞാൻ രാവിലെ കണ്ടതാന്ന് പറഞ്ഞു. പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല. അത് മുമ്പേ ഒരു സിംഹത്തിനെ അത് പിടിച്ച് തിന്നതല്ല എന്നാ പറഞ്ഞു. അത് വെറുതെയാന്ന് പറഞ്ഞു. നമുക്കൊന്ന് പോകാം, നിനക്കൂടെ വരാം. എന്നാലും ഒരു കാര്യം ചെയ്യും, നിൻ്റെ വാല് എൻ്റെ വാലൊക്കെ കൂട്ടിക്കെട്ടാൻ പറഞ്ഞു. അത് കൂട്ടിക്കെട്ടി രണ്ടുപേരും കൂടെ പോയി. രണ്ടുപേരും കൂടെ ചെന്നു. അപ്പോഴേ ഒരു സമാധാനമുണ്ടെന്നാ ഓർത്തത്. അങ്ങനെ ഇരിക്കുമ്പം ഈ 2-3 രാവിലെ കണ്ടവനും സിംഹവും കൂടെ വരുന്നു. ഈ കൈക്ക് തെറ്റിയതാ, അവൻ രാവിലെ കണ്ടതാ, അതുകൊണ്ട് എന്താ ചെയ്യും? ചെറിയ പണി കണക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോഴേ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി, കൊള്ളാം. എടാ, 10 സിംഹത്തിന് അച്ചാരം മേടിച്ചു വെച്ച് പൂച്ചപ്പുലിയും കൊണ്ടാണോ അതാ നീ വരുന്നത്? ഇച്ചിരി മുമ്പ് 10 സിംഹത്തിന് അച്ചാരം മേടിച്ചോണ്ട് പൂച്ചപ്പുലിയും കൊണ്ടാണ് നീ വരുന്നത്, അല്ലയോ എന്ന് പറഞ്ഞപ്പോഴത്തെ കുരങ്ങനോട് ചോദിച്ചു. അപ്പം മുമ്പേ അച്ചാരം അവരെ ഒത്തുകളിയില്ലയോ? അവൻ എടുത്ത് ചാടി, ഒരു 3-4 ചാട്ടം ചാടിയപ്പോഴീ വാലെ കെട്ടിയിരിക്കില്ലയോ, അപ്പോഴേ തല കല്ലേലടിച്ച ഇതൊക്കെ ചത്തു. ഇത് കിളന്ന ചെല്ലേ, മുമ്പേ ചാടിയതിനൊക്കെ കിളറത്തിലാ ചാടുന്നതെന്ന് വെച്ചാൽ. അതിൻ്റെ സാരം പറഞ്ഞാല് മരത്തെ കൂടെ നടക്കാനുള്ള ജന്തു ഈ സാമാന്യക്കാരോടാണോ രാജാവിനോടാ കൂട്ട് പിടിച്ചിട്ട് വാല് കൂട്ടിച്ചിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ മരത്തെ കൂടെ നടന്നാണ് എന്നൊരു കഥയാണ്. കിടക്കാൻ നോടി അല്ല, മറ്റേ ചാർജ് വെച്ചല്ലോ.